ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന അരിപ്പൊടി കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ വീട്ടിൽ റെഡിയാക്കി ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇത് നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. 1 വീക്ക് വരെ ഒരു കേടും വരാതെ നമുക്ക് സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു കടായി എടുക്കും. അത് 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിന് ശേഷം കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക്. മക്കൾ കഴിക്കുന്നില്ല, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളക്. എന്നിട്ട് അതിന് ശേഷം നമുക്കാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു തള വന്നു കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേണം ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്കാണെങ്കിൽ ഏത് കപ്പിലാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് വെച്ചാൽ ആ കപ്പിന് 1 കപ്പ് വെള്ളം വേണേ. നമ്മൾ ഒഴിച്ചു കൊടുക്കാനായി ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ആ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പെർഫെക്റ്റ് റെസിപ്പിയാണ്, പെർഫെക്റ്റ് മെഷർമെൻറ്റ്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ തന്നെ വെക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും വെള്ളം കുറവാണ്. വെള്ളം കുറവൊന്നുമില്ല, ആവശ്യമുള്ള വെള്ളം തന്നെയാണ്. നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒത്തിരി തണുക്കാനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഒത്തിരി ഹാർഡായിപ്പോൾ നമുക്ക് കുഴച്ച് സ്മൂത്താക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് വേണം ഒരു ഡോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുവരത്തേക്കും കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു മിക്സി ഞാനാണെങ്കിൽ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആട്ട ബ്രെഡ് എടുത്താൽ നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഗ്രേറ്ററിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ബ്രെഡ് ഞാൻ എടുത്തിട്ടില്ലേ പൊടിച്ച്, അതിൻ്റെ പകരം നിങ്ങൾക്ക് കോൺഫ്ലെക്സ് വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ഇതുപോലെ മിക്സി ജാറിൽ നിന്ന് പൊടിച്ചിട്ട് ഇങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതേ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം. ഒത്തിരി തണുത്തിട്ടില്ല കേട്ടോ, ചൂടുണ്ട്. നമുക്ക് കൈ തൊടാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂട് വേണം. അപ്പോൾ ആ പാകത്തിനായപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയായിട്ട് നമ്മളിതുപോലെ ഫ്രീ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടെ അതിൻ്റെ മേളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് ഡോ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണം ഒന്നും കൂടെ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും വേണമെങ്കിലോ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതേ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ 2 ടേബിൾ സ്പൂണാണ് നമുക്കാണെങ്കിൽ റവ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ എക്സ്ട്രാ മോയ്സ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും കേട്ടോ. റവ വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡോ നമ്മൾ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ റൊട്ടി പരത്തിനകത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു വലിയൊരു ഡോ ആയിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടത്തില്ലേ കുഞ്ഞു ബൈറ്റ്സ് ആയിട്ട് നഗറ്റ്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടില്ല. സെയിം അതുപോലെ തന്നെ റെഡിയാക്കി ഇതുപോലൊക്കെ കുഞ്ഞായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതുപോലെ കഴിക്കാൻ. നിങ്ങളുടെ ഇത് കട്ടർ ഇല്ലെങ്കിൽ കുക്കി കട്ടർ ഇല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കൊണ്ട് തന്നെയാണെങ്കിൽ ചെറിയ കുഞ്ഞ് ബോൾസാക്കി റെഡിയാക്കി ഷേപ്പ് അമ്മക്കി കൊടുത്താൽ ടിക്കിയുടെ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ നല്ല ലുക്കിനും പിന്നെ മക്കൾക്കൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബ്രെഡ് ക്രംസ് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് പകുതി നമുക്ക് മാറ്റി ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരാഴ്ചത്തേക്ക് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പം മുഴുവൻ വേണ്ടെങ്കിൽ പിന്നീട് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം വറുത്ത് കഴിച്ചാൽ മതി. അപ്പം ഞാനും ഇപ്പോൾ കുറച്ച് മുഴുവനായിട്ട് വറക്കുന്നില്ല കേട്ടോ. ഇത് ഒത്തിരി കാണും ഇത്. അപ്പോൾ ഞാൻ പകുതി ഇപ്പോൾ ഫ്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഫ്രീസറിനകത്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഏതെങ്കിലും എയർ ടൈറ്റ് ഡബ്ബയ്ക്കകത്ത് വേണം നമ്മൾ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതണക്ക് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് എണ്ണ ചൂടാകാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു നല്ലതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെ നമുക്കാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ്. അത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ അത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ പുതിയ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേ കണ്ടില്ല നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളത് വേണമെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് വേണം ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പിന്നെ നാളെ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.